നമസ്കാരം. ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ വിദേശ സഹായ ഏജൻസിയായ അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ പ്രവർത്തനം ട്രംപ് ഭരണകൂടം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതിനു പിന്നാലെ പല വിധത്തിലുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ഇതിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ച പലവിധ വിഷയങ്ങളുമുണ്ട്. ലോകമെമ്പാടുമുള്ള പല പരിപാടികൾക്ക് ധനസഹായം നൽകുക എന്നുള്ള ലക്ഷ്യമാണ് USAIDന്റെ പിന്നിലുള്ളത്. എന്നാൽ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുകൾ സ്ഥാപിക്കാനും തെറ്റായ വാർത്ത നൽകാൻ മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അമേരിക്കയുടെ നികുതി പണം ഉപയോഗിക്കുന്നുവെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ജോർജ് സോറസ് USAID ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലഷ്കറിന്റെ ഫണ്ടിംഗ് ഏജൻസിയായ ഫത്ത ഇൻസാനിയയിൽ പോലും USAID സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഷ്കർ ഇ തൈബയുടെ ആദ്യ ഫണ്ടിംഗ് വിഭാഗമായ ജമാഅത്ത് ഉദവെ അമേരിക്കയും ഇന്ത്യയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് NGOയുടെ മറപറ്റി FEI രൂപീകരിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ FEI പിരിക്കുന്ന തുക ജമ്മു കാശ്മീരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും മിഷിഗൺ ആസ്ഥാനമായുള്ള മുസ്ലിം ചാരിറ്റിയായ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് വഴിയാണ് USAID നൽകിയ ഫണ്ടുകൾ FEIക്ക് ലഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. 2023 ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ടി മക്കോൾ ഈ പ്രശ്നം തന്നെ എടുത്തു പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് USAIDന് കത്ത് വായിച്ചിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ടും 2023 USAID HHRDക്ക് $73,000 കൊടുത്തിരുന്നു. FEIയെയും അതിൻ്റെ മാതൃസംഘടനയായ ലഷ്കർ ഇ തൈബയെയും അമേരിക്ക നിരോധിച്ച ഉത്തരവിൽ FEI പാക് ആസ്ഥാനമായുള്ള സംഘടനയാണെന്നും നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുമായും അതിൻ്റെ മാനുഷിക സംഘടനയായ ജമാഅത്ത് ഉദവയുമായും അടുത്ത ബന്ധമുണ്ടെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും കണ്ടെത്തിയിരുന്നു.